ആണുങ്ങൾ പരദൂഷണം പറഞ്ഞാൽ ഉടനെ ആൾക്കാർ പറയും നീ ഒരുമാതിരി തൊഴിലുറപ്പ് ലെവലാവരുത്, അയൽക്കൂട്ടം ലെവലാവരുത് എന്നൊക്കെ. എന്തുകൊണ്ടാണെന്നറിയാവോ? എങ്ങനെയെങ്കിലും ഇതും സ്ത്രീകളുടെ തലയിൽ കൊണ്ടിടണം. പരദൂഷണം എന്ന് പറയുന്നത് അയൽക്കൂട്ടം ചെയ്യുന്നത് മാത്രമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. എന്നിട്ട് അതും പെണ്ണുങ്ങളുടെ തലയിലാക്കണം. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ആണുങ്ങൾ പരദൂഷണം പറയാത്തവരാണോ? അല്ല. ആണുങ്ങൾക്ക് ഇത് പറയുകയും വേണം, എന്നാൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി ഒന്നും എടുക്കുകയും വേണ്ട എന്നുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലും പരദൂഷണം പറഞ്ഞാൽ ഉടനെ അയൽക്കൂട്ടം ലെവൽ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ലെവൽ എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഒരു പണിയില്ലാത്ത അമ്മാവന്മാർ തൊട്ട് ഏറ്റവും അൾട്രാ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഏറ്റവും വിദ്യാസമ്പന്നരായ ആൾക്കാർ, ആണുങ്ങൾ വരെ ഈ പരദൂഷണത്തിൽ മുന്നിൽ തന്നെയാണ്. നല്ല വീര്യം കൂടിയ പരദൂഷണം തട്ടിവിടാറുമുണ്ട്. പിന്നെ ഒരു പെണ്ണും കൂടി ഇൻവോൾവ് ആവുന്ന കേസാണെങ്കിൽ പറയുകയും വേണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കള്ളങ്ങളിലൊന്നാണ് ഈ ലോകത്ത് പരദൂഷണം പറയുന്നത് കൂടുതലും സ്ത്രീകളാണെന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പരദൂഷണത്തിൽ ഒരേ ലെവലാണ്. അതിലൊരു മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഇടപെട്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒളിഞ്ഞു നോക്കി എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നത് മനുഷ്യന്മാരുടെ വൃത്തികെട്ടൊരു സ്വഭാവമാണ്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊന്നും ഇല്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ റീസെന്റ് ഒരു കണ്ടന്റ് ക്രിയേറ്ററിന്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യത്തിനെ പറ്റി സോഷ്യൽ മീഡിയ എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു, ലൈംഗികമായി ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, രണ്ടുപേരുടെയും ഫോട്ടോകളും ഒക്കെ വെച്ച് പോസ്റ്റ് ഉണ്ടാക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ, ഈ കാര്യത്തിൽ ആരും മോശമല്ല. പരദൂഷണം പറയുന്നതിൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മോശമൊന്നുമല്ല. പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ അസൂയ, പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ പരദൂഷണം പറച്ചിൽ എന്നൊക്കെ ഉള്ളത് ചുമ്മാതാണ്, വെറുതെ ഉള്ള ഒരു പൊതുബോധം മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു ബ്രേക്കപ്പ് ഉണ്ടായാൽ ഉടനെ പെണ്ണുങ്ങളെ വെടിയാക്കി പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരാണ് ആണുങ്ങൾ. ഒരു ഭൂരിഭാഗം ഒന്നും പറയുന്നില്ല, അങ്ങനെയുള്ള ആണുങ്ങളും ഉണ്ട്. ആണുങ്ങളെ വെടിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ എന്തായാലും അത്രയധികം ഇല്ല. ഇവന്മാര് കല്യാണവും പ്രണയവും ബ്രേക്കപ്പും തൊട്ട് ഒളിച്ചോട്ടം വരെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നല്ല വീര്യത്തിൽ പരദൂഷണം അടിച്ചുവിടാറുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അപരാധം പറയുമ്പോൾ ഒരു സുഖം, അത്ര തന്നെ. അതിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ്.